ഹലോ, നമസ്കാരം. പുതിയൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ തയ്യാർ. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കണക്ക് ഉടുപ്പിയിലോട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പൊ ഇന്നലെ രാത്രിയല്ല, വെളുപ്പിനെ 1 മണിക്ക് മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ സകുടുംബം എത്തിച്ചേർന്നിട്ടുണ്ട് ഭദ്രമായിട്ട്. അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് തന്നെ ഞങ്ങൾ മംഗലാപുരത്ത് സ്റ്റേ ചെയ്യാനുള്ള റൂംസ് ഒക്കെ ബുക്ക് ചെയ്തായിരുന്നു ഓൺലൈന്. അപ്പൊ അവിടെ സ്റ്റേ ചെയ്ത് രാവിലെ ഫ്രഷായി വീണ്ടും യാത്ര തുടങ്ങി. അപ്പൊ 6 മണിക്കായിരുന്നു ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ നിർത്തി. അപ്പൊ ഞാൻ ഇത് ഓർഡർ ചെയ്തിരിക്കുന്നത് ഒരു സേവ എന്ന് പറയുന്ന സാധനമാണ്. സേമക എന്നാണ് പറയാറുള്ളത്. ഇതൊരു മംഗ്ലൂരിയൻ ഡിഷാണ്. നമ്മുടെ ഇടിയപ്പവുമായിട്ട് കുറച്ച് സാമ്യമുണ്ട്. അതായത് പിഴിഞ്ഞ് ആവിയിൽ പുഴുങ്ങിയാൽ ഇടിയപ്പം, ആവിയിൽ പുഴുങ്ങിയിട്ട് പിഴിഞ്ഞാൽ സേവ. ഓക്കെ, അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു കോഫി ഓർഡർ ചെയ്തേ. ഈ കോഫി ഭയങ്കര കൗതുകമായിട്ട് തോന്നി. അതായത് താഴെ പാല്, മേളിൽ ഡിക്കോഷൻ, അതിന്റെ മേളിൽ കുറച്ച് പത. അപ്പൊ ഇത് കുടിക്കേണ്ട രീതി ഇങ്ങനെയാണ് കേട്ടോ. ആ സർവർ ചേട്ടൻ പറഞ്ഞു തന്നാണ്. നമ്മൾ ആദ്യം മിക്സ് ചെയ്യണം നല്ലപോലെ. എന്നിട്ട് ഈ കൂടെ തന്നിരിക്കുന്ന ഡവറായിലോട്ട് കുറേശ്ശെയായിട്ട് ഒഴിച്ച് ആറ്റി കുടിക്കണം. കുടിച്ചപ്പോഴുണ്ടല്ലോ കിടിലൻ സാധനം, സൂപ്പർ. ഇത് ഇവിടുത്തെ സ്പെഷ്യൽ ആണ് കേട്ടോ. KT സ്പെഷ്യൽ കോഫി എന്നാണ് പറയുന്നത്. പണ്ടത്തെ ബിൽഡിംഗ് അതായിരുന്നു, ഒരു ചെറിയ ബിൽഡിംഗ് ആയിരുന്നു. 1952 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവരുടെ ബാനറിൽ തന്നെ, അവരുടെ ആ പോസ്റ്ററിൽ തന്നെ കാണാം ആ കോഫി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും റീചാർജായി വണ്ടിയിൽ കയറിയിട്ടുണ്ട്. അതെ, ചിരിക്കണ്ട, ട്രാവലർ തന്നെയാണ്. ഞങ്ങൾ ഇത്രയും പേര് ഒരുമിച്ച് യാത്രയാണെങ്കിൽ ഒരു ട്രാവലർ തന്നെ വേണം. അപ്പൊ അങ്ങനെ യാത്ര തുടങ്ങി. അപ്പൊ ഈ യാത്രയിൽ ഞങ്ങളുടെ സാരഥിയാണ് മഞ്ജുവണ്ണൻ. മിസ്റ്റർ മഞ്ജുനാഥ് എന്നാണ് പേര്. ഞങ്ങൾ മഞ്ജുവണ്ണൻ എന്നാണ് ഇപ്പൊ ചുരുക്കി വിളിക്കുന്നത്. അപ്പൊ അടുത്ത 4 ദിവസത്തേക്ക് ഇദ്ദേഹമാണ് ഞങ്ങളുടെ വഴികാട്ടിയും ഗൈഡും. അപ്പൊ പറഞ്ഞു വന്നത്, ഞങ്ങള് ഉടുപ്പിയിലേക്കാണ് പോകുന്നതെങ്കിലും എന്തായാലും ഇത്രയും ദൂരെ വന്നു. പിന്നെ ഇത്രയും ദിവസം 2-3 ദിവസം ഉണ്ട് ഞങ്ങൾക്ക്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് വേറെ അമ്പലങ്ങൾ, പ്രസിദ്ധമായ അമ്പലങ്ങളിൽ കൂടെ കയറിയിട്ട് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ മംഗലാപുരത്ത് നിന്ന് ഒരു 2 hours യാത്ര, 2.5 hours യാത്ര ചെയ്യുന്ന ഒരു സ്ഥലം, കുക്കെ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. ദക്ഷിണ കന്നഡ ജില്ലയിലാണ് ഈ അമ്പലം ഉള്ളത്. അപ്പൊ ഈ അമ്പലത്തിലെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ കാർത്തികേയൻ, അതായത് സുബ്രഹ്മണ്യനാണ് മെയിൻ പ്രതിഷ്ഠ. ഇവിടെ നമ്മുടെ ദിവ്യ സർപ്പമായ വാസുകി ഗരുഡനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ സുബ്രഹ്മണ്യൻ, അതായത് കാർത്തികേയനിൽ അഭയം പ്രാപിച്ചതാണ്. വേറെ സർപ്പങ്ങളും കൂടെ ഉണ്ട്. അങ്ങനെയാണ് ഇവിടെ സർപ്പങ്ങളെ കാക്കുന്ന കാർത്തികേയൻ ആയി ആരാധിക്കപ്പെടുന്നത്. അപ്പൊ സർപ്പദോഷമൊക്കെ ഉള്ളവര് ഇവിടെ വന്ന് വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ക്രോസ് ചെയ്തത് കുമാരധാര എന്ന് പറയുന്നത് നേത്രാവതി നദിയുടെ ഒരു കൈവരിയാണ്, ഒരു പോഷക നദിയാണ്. അതിനെയാണ് ക്രോസ് ചെയ്തത്. ഇവിടുത്തെ ഐതിഹ്യ പ്രകാരം കുക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തൊഴാൻ വരുന്നവരെല്ലാവരും ഈ കുമാരധാര എന്ന് പറയുന്ന ആ നദീനെ ക്രോസ് ചെയ്തിട്ട്, അതായത് മുറിച്ച് കടന്നു വേണം ദർശനം ചെയ്യാൻ. അങ്ങനെ ഞങ്ങളിതേ അമ്പലത്തിന്റെ നടക്കലെത്തി. പാർക്കിംഗ് ഏരിയ ദൂരെയാണ്. അപ്പൊ ഞങ്ങളെ ഇവിടെ ഇറക്കിയിട്ട് മഞ്ജു അണ്ണൻ അവിടെ വണ്ടി പാർക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി. 2.5 മണിക്കൂറത്തെ യാത്രയായിരുന്നു കേട്ടോ. അപ്പൊ ദേ ഇതാണ് കാഴ്ച. കുമാരപർവ്വതത്തിന്റെ താഴെ കുടികൊള്ളുന്ന കുക്കെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഞങ്ങൾ വരുന്നതിന് ഒരു 2 ദിവസം മുമ്പായിരുന്നു ഇവിടുത്തെ ബ്രഹ്മോത്സവം. അപ്പൊ നമ്മുടെ നാട്ടിലെ ആനയില് ഭഗവാനെ എഴുന്നള്ളിക്കുന്ന പോലെയാണ് ഇവിടെ ഈ രഥത്തില്
ഭഗവാനെ എഴുന്നള്ളിക്കുന്നത്. ഇതിൽ വലിയ വലിയ കട്ടിയുള്ള കയറുകൾ, അതായത് വടങ്ങൾ വെച്ചിട്ട് ഭക്തജനങ്ങൾ അതിനെ വലിച്ചുകൊണ്ട് പോവാറാണ് പതിവ്. അതിന്റെ അടുത്ത് നിൽക്കുന്ന മനുഷ്യരുടെ ഹൈറ്റ് അനുസരിച്ച് നോക്കുമ്പോൾ ഈ രഥത്തിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എല്ലാ ക്ഷേത്രങ്ങളിലെ പോലെ ഇവിടെയും ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. അപ്പോൾ ആചാരങ്ങളെ മാനിച്ചുകൊണ്ട് ക്യാമറ ഒക്കെ എടുത്തു വെച്ച് ഞങ്ങളും ദർശനത്തിന് പോയി. ദർശനമൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി കുറച്ചു ദൂരെ പോയപ്പോൾ കണ്ട കാഴ്ച ഈ ഒരു സാധനമാണ്, ഈ ഒരു സ്ഥലമാണ് കേട്ടോ. കുറെ ദൂരം ഒന്നും പോകണ്ട, ജസ്റ്റ് ഒരു കിലോമീറ്റർ അത്രേ ഉള്ളൂ. നമ്മൾ വരുമ്പോൾ ഈ കാണുന്നതാണ് ബിലദ്വാര എന്ന് പറയുന്നത്. ഈ ബിലദ്വാര എന്ന് പറയുന്നത് അതായത് സർപ്പത്തിന്റെ പൊത്ത് ഇല്ലേ, എന്തോ പറയുന്നത്, അതിന്റെ ഒരു കൂടില്ലേ, ആ കൂടിന്റെ എൻട്രൻസ്. ഇതൊരു കേവാണ്. അപ്പൊ ഇതിനകത്ത് പോയൊക്കെ നമുക്ക് കാണുകയൊക്കെ ചെയ്യാം. എനിക്ക് പേടിയായതുകൊണ്ടാണ് ഞാൻ പോവാത്തത്. ഇതിന് ചുറ്റും ഇതുപോലെ ഉദ്യാനം ഒക്കെ അവര്, അതായത് ഗാർഡൻ പോലെ സെറ്റ് ചെയ്ത് സംരക്ഷിക്കുന്നുണ്ട്. അങ്ങനെ വണ്ടി കയറി അടുത്ത ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്ര തുടങ്ങി. അപ്പൊ ഈ കാട്ടിലൂടെയുള്ള ഈ യാത്ര കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് റോബർട്ട് ഫ്രോസ്റ്റിന്റെ പ്രസിദ്ധമായ ഒരു പോയമാണ്. The woods are lovely, dark and deep, and I have promises to keep and miles to go before I go to sleep. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോയിലെ വിശേഷം. ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.